ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഞാൻ രാവിലെ എണീറ്റു. എനിക്ക് ധ്യാനസിൽ കൊണ്ടുപോകാൻ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. ഇന്ന് എനിക്ക് പോകണ്ട, എന്നാലും ധ്യാനസ് സ്കൂളിൽ പോകണമല്ലോ, ട്യൂഷന് പോകണം. കുറച്ച് ദിവസമായി ട്യൂഷനൊക്കെ പോയി. ഇപ്പോൾ ചോറ് വെച്ചു, പാവയ്ക്ക് മെഴുക്ക് വെച്ചില്ല, അവന് കൊടുത്തേക്കാൻ വേണ്ടി കുറച്ച് ചമ്മന്തി അരിച്ചു, പിന്നെ രസമുണ്ട് കേട്ടോ. ഇനി ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ട് വേണം ഉച്ചയ്ക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കഴിച്ച് രാവിലെ ധ്യാനസിന് ഒരു ചപ്പാത്തിയും ഒരു ഓംപ്ലേറ്റുമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതും കഴിച്ചിട്ട് ഇതാ പോകുന്ന പോക്കാണ്. ഞാനുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കഴപ്പാണ്, അതിന് ബോയക തൂക്കത്തില്ല. ഞാൻ പിന്നെ നല്ല വെയിറ്റാണ്, ഞാൻ പിന്നെ ഹെൽപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുക, നീയാണോ ഞാനാണോ സ്കൂളിൽ പോകണമെന്ന്. എന്നെ കാണുമ്പോൾ ഉള്ള പ്രശ്നം, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ അവൻ തൂക്കിക്കൊണ്ട് പോയിക്കോളും കേട്ടോ. അങ്ങനെ സ്കൂളിൽ ആക്കി. അവിടെ നിന്ന് ഇഷ്ടംപോലെ പിള്ളേർ ട്യൂഷനിലേക്ക് അയക്കിയത് കേട്ടോ. 7:30 ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ട്യൂഷനിലൊക്കെ കൊണ്ടാക്കിയ ശേഷം ഞാൻ തിരിച്ച് പന്തം നമ്മുടെ വഴി കയറി വരികയാണ് കേട്ടോ. പിള്ളേരെല്ലാം രാവിലെ ഈ വഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ പിള്ളേരുണ്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മളെ ധ്യാനൂസ് പോയി, ലിയോസിനെ തുറന്നു വിട്ട്, ഡേ നീ വാങ്ങി വാ ഇവിടെ വരാൻ ഇരിയോടാ, തള്ളിയിടും. ആ കമ്പ് എന്ത് ചെയ്ത്? ഇവനല്ലേ ഇങ്ങോട്ട് വിളിക്കണ? ആ കമ്പ് എവിടെ? ആ മുട്ടത്തോടെടുത്ത് വലിയ സൂക്കരാണ്, തുറന്നു വിട്ടോ പിരാന്ത് പിടിച്ചാണ് കോട്ടം. ഇരിയോടെ, അവിടെ കിടന്നോ ഹങ്കാരി. അപ്പം ധ്യാനൂസ് ട്യൂഷനൊക്കെ വിട്ട് ഞാൻ വീട്ടിൽ വന്ന് മഴ ഗേൾസ്, മഴ തന്നെ മഴ. ഇന്ന് മഴയില്ല. ഇപ്പോൾ രാവിലെ മഴയില്ലാന്നല്ല, മഴ ചാറുന്നുണ്ട്. മഴ കാരണം വെയിലിൻ്റെ മുറ്റം മൊത്തം കുഞ്ഞു കാട് വന്നു തുടങ്ങി. കാട് കരിക്കണം, മരുന്നൊന്നും ഒഴിക്കാൻ പറ്റാത്ത രീതിയിലിരിക്കുകയാണ്. നമ്മുടെ കുറച്ച് കായ്ഖനികൾ കാണിച്ചു തരട്ടെ. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇത്? സപ്പോട്ട കാണിച്ചു തരാം. നമ്മൾ റംബൂട്ടാൻ ഇത്തവണ വലിയ ടേസ്റ്റൊന്നുമില്ല. മഴ പെയ്ത കാരണം സൈസ് ശരിയായില്ല, ചെറിയ സൈസാണ് കേട്ടോ. മറ്റേത് വലിയ സൈസാവുമായിരുന്നു. കുറച്ചൊക്കെ പഴുക്കാൻ വേണ്ടി ജാനൂസിനെ പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കണേ. വെയിറ്റ് ഉണ്ടോണ്ട് ചാഞ്ഞ് കിടക്കുന്നു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചേ ഉള്ളൂ തോണ. കണ്ടു റംബുട്ടാൻ ചെറിയ സൈസ് ഗൈസ്. എന്നാലും മധുരമൊക്കെ പുറത്താണ്, മഴയൊക്കെ പെയ്തായിരുന്നു. പിന്നെ നമ്മൾ ഡ്രാഗൺ എന്താണ്ട് പൂത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പൂത്ത് വയ്ക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് നല്ല ഭംഗിയായിരുന്നു. ചെറിയ കായാണെന്ന് തോന്നുന്നു. കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കത് പുഴിഞ്ഞു പോയി കേട്ടോ. ഇത്ര വന്നിട്ട് കാ അതുപോലെ ഉണ്ട്. കാക്കി ഉണ്ടായി. ഫുള്ള് കാട് കയറി കിടക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കാ. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ലിയോനെ തുറന്നു വിട്ടപ്പോൾ ലിയോയ്ക്ക് ഭയങ്കര സൂക്കേടായിരുന്നു. അപ്പോൾ ഞാൻ ആടെ കെട്ടിയിട്ടപ്പോൾ അവിടെ കിടന്ന് തന്നെ വിളിക്കും. നിനക്കല്ലേ തുറന്നു വിട്ടപ്പോൾ വലിയ പ്രശ്നം ഇല്ലേ? ആണാ? ഇത് വിളിച്ചാൽ വരാൻ അറിയാമോ? തുറന്നു വിട്ട വലിയ സൂക്കേട്. ഇരുന്നോ അവിടെ, ഇരി. എന്ത് ഒന്നുകൂടെ വിളിച്ചാണ്ടാ? നീയുടെ മുഖത്തൊരു ഈച്ച വന്നിരിക്കുന്നത്. ഇപ്പോൾ കടിക്കുന്നു. ഇരിക്കണ കൊള്ളാം, നിൽക്കണ ഒരുമാതിരി തീരം പിടിച്ചാണത്. ഉണക്ക കുട്ടി കിടന്നോടാ, കിടന്നോ. രാവിലത്തെ പരിപാടിയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കട്ടെ. ഞാൻ പാത്രങ്ങൾ അപ്പോഴപ്പോഴും കഴുകി വയ്ക്കും കേട്ടോ. രാവിലെ ഇവനെ വിടാനുള്ള സ്പീഡിലായതുകൊണ്ട് പെട്ടെന്നൊന്ന് ആക്കി വെച്ചിട്ട് പെട്ടെന്ന് ആക്കി വിടാണ് ചെയ്തത് കേട്ടോ. ഞാനാണെങ്കിൽ ലേറ്റോ, അമ്മയാണെങ്കിൽ നേരത്തെ കൂട്ടി എണീറ്റ് അവന് ഫുഡ് കൊടുക്കും. ഞാൻ എന്തായാലും 7 കഴിയുമ്പോൾ കൊണ്ടാക്കിയിട്ടൊക്കെ വന്നിട്ട് പത്രം വായിക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ലാത്ത ശീലമാണ്. അപ്പോൾ നമുക്ക് ഇടയൊക്കെ ഒരു പത്രം വായന നല്ലത്. ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ കമ്മലെടുത്തിടാൻ തോന്നി വിചാരിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം തലയിലൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്തുകൊണ്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് ആൻറ്റി കുട്ടത്തിൽ ഞാനിങ്ങനെ കാണാറില്ല, രാത്രി ഞാൻ പോയിട്ട് വരുമ്പോൾ. അപ്പോൾ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ അടുത്ത് കുറേ നേരം നമ്മൾ സംസാരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വായിച്ചുകൊണ്ടപ്പോഴത്തേക്ക് ആൻറ്റി അവിടെ വന്നിട്ട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം നമ്മൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് നേരം ഒരു മണിക്കൂർ അടുപ്പിച്ച് നമ്മൾ സംസാരിക്കും. പക്ഷേ ഇന്ന് അത്രയും സമയം കൊടുക്കാൻ പറ്റില്ല. കൂട്ടത്തിൽ എനിക്ക് പോകണമായിരുന്നു പെട്ടെന്ന്. എനിക്ക് പോകണ്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ചീച്ചും കളിച്ച് സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അവങ്ങ് കൂട്ടത്തിൻ്റെ പോയി. ഞാൻ പിന്നെ വീണ്ടും പത്രമൊക്കെ വായിച്ചിട്ട് നമുക്ക് വയലിൽ
ഒന്ന് പ്രാക്ടീസ് ചെയ്യണമല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായി എടുത്തിട്ട് എല്ലാ ട്യൂണും മാറി കിടക്കുകയാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. പൊടി അടിച്ചിരിക്കുക, പിന്നെ പൊടി ഫുള്ള് തൂത്ത് ഉടച്ചിട്ടൊന്ന് വായിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും ടോൺ മാറി കിടക്കുന്നതായിരിക്കും. മറക്കോലായി ഇങ്ങനെ കാലും നീട്ടിയിരിക്കാൻ നല്ല രസം പറ്റി ഗൈസ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നേരം ഇരിക്കുമ്പോൾ സമയം പോകുമെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ മഴയൊന്നും ഇല്ലാത്തോട്ട് കൊള്ളാം. അപ്പം രാവിലെ ധ്യാനൂസിന് ഇത് കൊടുത്ത ശേഷം എൻ്റെ ചട്ടും കണ്ടില്ല ഗൈസ്. അപ്പം ധ്യാനൂസിന് വിട്ട ശേഷം നമ്മൾ ഗോതമ്പ് ദോശ അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഒരു സാധനം വയ്ക്കും, കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ദോശ ഇങ്ങനെ തിരിച്ചിട്ട ശേഷം നമ്മുടെ തേങ്ങയും പഞ്ചസാരയും ഉള്ള സംഭവം ഇങ്ങനെ വയ്ക്കണം. ഇത് പിന്നെ കഴിക്കാൻ വേറെ കൂട്ടാത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം, ഇങ്ങനെ മടക്കി. പിന്നെ രാവിലത്തെ കാപ്പിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ജോലിയൊന്നും ഇല്ലല്ലോ, രാവിലെ എല്ലാം വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തൂപ്പും തുറപ്പൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഫുള്ള് വലയായി കിടന്ന സ്ഥലമൊക്കെ വലയടിച്ച് തൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ദിവസം അവധി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പിടിപ്പത് പണിയുണ്ടായിരിക്കും, അറിയാമല്ലോ. എന്തായാലും അതും പെട്ടെന്നൊന്ന് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യം. ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ ഇച്ചിരി പരിപാടി ഉണ്ടായിരുന്നു. കഴിഞ്ഞെങ്കിൽ രാവിലെ മിറ്റം കാണിച്ചതല്ലേ, കുഞ്ഞു കുഞ്ഞു കാടുകൾ നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ വന്നിട്ടപ്പോൾ. അപ്പോൾ അതൊക്കെ കാട് കരിക്കുന്ന മരുന്നൊന്നും ഒഴിക്കുക. ഇച്ചിരി വെയിലുണ്ട്, 2 മണിക്കൂർ വെയിൽ കിട്ടിയ കരി. അങ്ങനെ അതൊക്കെ ഒഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ, ഫുള്ളൊഴിച്ച്. കുഞ്ഞു കുഞ്ഞു കാടാണ്, കണ്ടിട്ട് അങ്ങ് അറ്റം വരെ. അപ്പോൾ നമുക്ക് പിച്ചി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കുറച്ച് തുണിയൊക്കെ മടക്കാറുണ്ട്, ആ ജോലിയിലേക്ക് പോകാൻ. കണ്ടിട്ടുണ്ട് ഭണ്ഡാരം, ഈ ഭണ്ഡാരം നിറച്ച് മടക്കാനുള്ള തുണിയാണ്, അത് മടക്കട്ടെ. അങ്ങനെ ഒരു ഭണ്ഡാരം നിറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കറക്റ്റ് അറേഞ്ച് ചെയ്ത് മടക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ച് ഓരോരുത്തർക്കും. അപ്പം ഇതല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കും കേട്ടോ. ഒരു ദിവസമാണ് എനിക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മാത്രമേ മടക്കി വയ്ക്കുകയുള്ളൂ, അല്ലെങ്കിൽ വയ്ക്കത്തില്ല. ഞാൻ 2 ദിവസമായി ഇവിടെ കിടക്കുന്നു. പിന്നെ എന്തായാലും ഒന്ന് മടക്കി വയ്ക്കാൻ വേണ്ടി ഇരുന്നു. അങ്ങനെ അതെല്ലാം മടക്കി വെച്ചിട്ട് ഞാൻ ഒന്ന് കിടന്നുറങ്ങി. ഉറങ്ങി കഴിഞ്ഞിട്ട് വൈകുന്നേരമായി. എനിക്ക് നേരെ പോയി ഇതാ താഴെ കുറേ മതം ചവറിടക്കും, അതൊക്കെ ഒന്ന് തൂത്ത് പോകാൻ പോയിട്ട്. കാരണം മൊത്തത്തിൽ മഴയായിരുന്ന കാരണം നമുക്ക് തൂപ്പൊന്നും കറക്റ്റ് സമയത്ത് നടക്കുന്നില്ല. അങ്ങനെ എന്തായാലും ഇന്ന് മഴയുടെ സ്ഥിതിക്ക് നമുക്ക് നല്ല രീതിയിൽ തൂത്തൊക്കെ ഇടാന്ന് വെച്ച് ഞാൻ നേരത്തെ ഇറങ്ങി തൂക്കുന്നതാണ് കേട്ടോ. അത് ചവറ് പോകുന്നില്ല. ഇന്നലെ വരെ നല്ല മഴയായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ കുളി അങ്ങ് പാസ്സാക്കിയ ശേഷം ഞാൻ ചായ കുടിക്കാൻ വന്നിട്ടാണ്. ഞാൻ കുളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ടിന്നുമായിട്ട് ഞാൻ വന്നിരുന്ന് കുറച്ച് നേരം വെളിയിരുന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചായയും കുടിച്ച് സ്നാക്സും കഴിച്ച് ഇച്ചിരി നേരം ഇവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം ഫ്രണ്ടിലാണ് ഞാൻ പോയി ഇരിക്കാറ്. പിന്നെ ലീവനോടെ കെട്ടിയിട്ടുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ നേരെ അടുക്കള സൈഡിലോട് പിടിച്ച്. ഇവിടെ നല്ല സുഖമുണ്ട്, പച്ചപ്പൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാമല്ലോ. പച്ചപ്പൊക്കെ കണ്ട് ഇതുപോലെ കുഴലപ്പൊക്കെ തിന്ന് ചായയൊക്കെ ചൂടോടെ ഊതി 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 കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാമല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇനി കുറച്ച് പരിപാടിയുണ്ട്. ഒന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് കുറച്ച് നെത്തോലി മീൻ കിട്ടി, അതിന് ശരിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് മീൻ കറി വെക്കണം. ഇതാ നല്ല ഫ്രഷ് നെത്തോലിട്ട്. പിന്നെ ഇതാ ഞാൻ ഇവിടെ നിന്ന് ആട്ടുന്ന മാവ് കിട്ടും, അവിടെ നിന്ന് വാങ്ങിക്കും. 50 രൂപയ്ക്ക് അര കെട്ടും കേട്ടോ. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് കിഴങ്ങ് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് അവിക്കാമെന്ന് വെച്ച് വാങ്ങിച്ചതാണ്. കുറച്ചുള്ളൂ, ഞാൻ കുറച്ചേ അവിച്ചുള്ളൂ. ബാക്കി നാളത്തേക്ക് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചു ഗൈസ്. അങ്ങനെ എൻ്റെ മീൻകറി ഇവിടെ റെഡിയായി. ഞാൻ മീൻകറി അരച്ച് അടുപ്പിലും ആക്കി. അപ്പം കിഴങ്ങും അവിച്ചു. എല്ലാപ്പോഴും കഴിഞ്ഞ് മീൻകറി നല്ല തിളച്ച് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഇന്ന് പുട്ട് മതി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും ധ്യാനൂസിനും എനിക്ക് ഗോതമ്പ് പുട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പുട്ടിനുള്ള സംഭവങ്ങൾ നനച്ചിട്ട് പുട്ട് വെച്ചു ആവി കയറാനായിട്ട്. അപ്പം എനിക്കും അമ്മയ്ക്കും ധ്യാനൂസിനും പുട്ട്. അതെല്ലാം കഴിഞ്ഞ് അടുക്കള പരിപാടിയെല്ലാം കഴിഞ്ഞ് അതുപോലെ വൃത്തിയാക്കി തുടച്ച് ഫാനും ഒക്കെ ഇട്ട ശേഷം ഞാൻ എൻ്റെ അടുക്കള അടയ്ക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം അടയ്ക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ ബൈ.